ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ആ മഹാപോരാട്ടത്തിന് വീണ്ടും കളമൊരുങ്ങി. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ കളിമുറ്റത്ത് ഉയരുന്നത് വെറും ആവേശമല്ല, വൻ ശക്തികളുടെ പോരാട്ട വീര്യം കൂടിയാണ്. ICC ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമേൽ വ്യക്തമായ ആധിപത്യമുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോഴും ഓരോ മത്സരവും പുതിയൊരു കഥയാണ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന്റെ ആവേശകരമായ കണക്കുകളിലേക്ക് നോക്കാം. ലോകകപ്പ് വേദികളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്തും ആവേശം അലതല്ലും. ICC ടൂർണമെന്റുകളിൽ ഇന്ത്യ പാക് പോരാട്ടമെന്നത് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബ്രാൻഡാണ്. പക്ഷേ താരങ്ങൾക്കിത് സമ്മർദ്ദത്തിന്റെ കൂടി പോർക്കളമാണ്. ഒരൊറ്റ പന്ത് മതി നായകൻ വില്ലനാകാനും വില്ലൻ നായകനാകാനും. കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമേൽ വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഏകദിന ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടേത് പൂർണ്ണ ആധിപത്യം. 1992 സിഡ്നിയിൽ തുടങ്ങിയ വിജയഗാഥ 2023 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെത്തി നിൽക്കുമ്പോൾ കണക്ക് 8-0. ഇതുവരെ ഒരു ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. സച്ചിൻ ടെണ്ടുൽക്കറുടെ മാന്ത്രിക ഇന്നിംഗ്സുകളും വെങ്കടേഷ് പ്രസാദിന്റെ പ്രസിദ്ധമായ സെന്റ് ഓഫും ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ്. T20 ലോകകപ്പിലും ഇന്ത്യക്ക് തന്നെ മുൻതൂക്കം. 2021 ദുബൈയിൽ വഴങ്ങിയ തോൽവിയല്ലാതെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ലോകകപ്പ് വേദികളിൽ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. 2021 തോൽവിക്ക് ഇന്ത്യ മറുപടി പറഞ്ഞത് മെൽബണിൽ വിരാട് കോഹ്ലിയിലൂടെയും. ICC വേദികളിൽ 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ അടക്കം ഇന്ത്യയുടെ കണ്ണുനീർ വീണിട്ടുണ്ട്. ഒരു പന്തിൽ മാറി മറിയുന്ന 2020 ചരിത്രത്തിന് സ്ഥാനമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കണക്കുകളിൽ ഇന്ത്യ മുന്നിലാണെങ്കിലും ക്രിക്കറ്റിൽ പ്രവചനങ്ങൾക്കപ്പുറമാണ് ഇന്ത്യ പാക് പോരാട്ടം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.